ഇതാണ് എൻ്റെ ലവ് സ്റ്റോറി. ഇതിൽ എൻ്റെ തെറ്റെന്തെങ്കിലും ഉണ്ടോ സർ? അത് ശരി, ആ പെണ്ണെന്തിനാ എങ്ങനെ ചെയ്തത്? എനിക്കറിയില്ല സർ. വർഷക്കണക്കിന് കുടുംബം നടത്തിയാലും ഈ പെണ്ണുങ്ങൾ എപ്പോ എങ്ങനെയാണെന്ന് അവരുടെ ഭർത്താക്കന്മാർക്ക് പോലും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോ ഒരു ദിവസം ഇടപഴകി അവളെ പറ്റി നിനക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമസ്കാരം സാർ. ഒന്നുമില്ല, നീ നിനക്ക് അറിയുന്ന. ജസ്റ്റ് റിലാക്സ്. എവിടെയാ ആ പെണ്ണ്? ഇനി വന്നിട്ടില്ലേ? അബി, നീ ഇവിടെ നിക്ക്, ഞാൻ സംസാരിക്കാം. ഓക്കേ അമ്മേ. നമസ്കാരം സാർ. സാർ, ഞാൻ അഭിനയുടെ അമ്മയാണ്. ആ പെണ്ണ് എവിടെ? പുറത്തുണ്ട് സാർ. പുറത്തോ? ആ, ഈ കേസിലെ പെണ്ണാണ് മെയിന്. ആ പെണ്ണ് അകത്ത് വന്നില്ലെങ്കിൽ ഈ കേസിന് ക്ലാരിറ്റി ഉണ്ടാവില്ല. അവളോട് സംസാരിച്ചാൽ ക്ലാരിറ്റി കിട്ടാൻ പോകുന്നില്ല സാർ. കൺഫ്യൂസ് ആകെയുള്ളൂ. അവൾക്ക് ആൻഡോഗ്രിപ്പ് അംനേഷിയാണ് സാർ. അതായത് ഇന്ന് നടന്ന കാര്യങ്ങൾ നാളെ ഉറങ്ങി എണീറ്റ ശേഷം ഒന്നും ഓർമ്മയുണ്ടാവില്ല. 2 years ബാക്ക് അവൾക്കൊരു ആക്സിഡന്റ് പറ്റിയിരുന്നു. ആ സംഭവത്തിൽ തലയ്ക്ക് മുറിവ് പറ്റിയതിനാൽ അന്ന് തുടങ്ങിയതായത്. അതെങ്ങനെ നിങ്ങൾക്കറിയാം? അവൾക്ക് ട്രീറ്റ്മെന്റ് ഞാനാ കൊടുക്കുന്നത്. ആക്സിഡന്റ് സംഭവിക്കും മുമ്പ് നടന്ന എല്ലാ കാര്യങ്ങളും അവൾക്ക് ഓർമ്മയുണ്ട്. എന്നാൽ അതിനുശേഷം ഓരോ ദിവസവും ഫ്രഷ് ഡേയാ. എല്ലാ ദിവസവും ഉറങ്ങി എണീറ്റ ശേഷം അവൾക്ക് നന്നായി തലവേദന ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് അലറി നിലവിളിക്കും. അത് മാത്രമല്ല സാർ, എഴുന്നേറ്റാലുടനെ അവളുടെ രോഗത്തെ പറ്റി ഓർമ്മപ്പെടുത്തി പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. എന്നാലും ഓർമ്മ വരുമെന്ന് പറയാനാവില്ല. ആൻറ്റി, എന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവളെ ഓർമ്മിപ്പിച്ചാൽ അവൾക്ക് എന്നെ ഓർമ്മയുണ്ടാവോ? ഒരിക്കലുമില്ല. അവൾക്ക് ഓർമ്മ വരണമെങ്കിൽ അവളുടെ കൂടെ കുറച്ചുനാൾ താമസിക്കണം. സാർ, ഈ പയ്യൻ നിരപരാധിയാണ് സാർ. ഇവനെ വിട്ടേക്ക്. ഇറ്റ്സ് ഓക്കേ, ടേക്ക് കെയർ. താങ്ക് യു സാർ. താങ്ക് യു സാർ. മോനെ, അവളുടെ തെറ്റിന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ക്ഷമിക്കണം. അയ്യോ ആൻറ്റി, എന്തിനാ? ഞാൻ വരട്ടെ. ആൻറ്റി, ഇന്നലെ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് അവരോട് പറഞ്ഞ് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ ആൻറ്റി. ഇന്ന് ഓർമ്മപ്പെടുത്തും. നാളെ, മറ്റന്നാൾ, ഇനി എത്ര കാലത്തേക്കാ? കഷ്ടമാണ് മോനെ. ഞങ്ങൾക്കൊരു നല്ല ബന്ധം കിട്ടി. അവര് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോ ഇവൾക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ട് വഴക്കുണ്ടായി. ഇവളെ സഹിക്കാനാവില്ലെന്ന് അവർ പോയി. എല്ലാരും അവൾക്ക് വട്ടാണെന്ന് പറയുമ്പോ എനിക്ക് വിഷമമുണ്ട്. പെറ്റമ്മയായതുകൊണ്ട് സഹിക്കുന്നു. നിങ്ങൾക്ക് പറ്റില്ല. വിട്ടേക്ക്. സന്തോഷമുള്ള തരുണമായിട്ട് ജീവിതകാലം മൊത്തം എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇതാണ് എൻ്റെ ലവ് സ്റ്റോറി. അബി, ഇത് ഞാനാ. അബി, ഞാനൊന്ന് പറയട്ടെ. അബി എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അബി ഞാനൊന്ന് പറയട്ടെ. അബി, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അബി, ഞാനൊന്ന് പറയട്ടെ. അബി, അബി, ഐ ആം റിയലി സോറി. എപ്പോഴും അമ്മ അമ്മ പറഞ്ഞ ഒച്ച വെക്കില്ലേ? ഒരു മിനിറ്റ് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഓർമ്മിപ്പിക്കാനൊന്ന് ട്രൈ ചെയ്യ് പ്ലീസ്. ഇവൾക്ക് എങ്ങനെ ചിലപ്പോ പറയാ? ഇന്നലെ ഞാൻ വീട്ടിൽ വന്നില്ലേ, അപ്പൊ മഴയും പെയ്തിരുന്നു. ഞാൻ നിനക്ക് കോഫി ഉണ്ടാക്കി തന്നു. ടിവിയിൽ നിന്റെ ഫേവറേറ്റ് ഹീറോയിന്റെ സിനിമ വന്നപ്പോ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കണ്ടില്ലേ? നിനക്ക് ഇഷ്ടമാവുന്ന ആലു പൊറോട്ടയ്ക്ക് ഉണ്ടാക്കി തന്നില്ലേ? നമ്മൾ രണ്ടുപേരും കഴിക്കാൻ വാട്ടർഫോൾസിന്റെ അടുത്ത് മഷ്റൂം ഹൗസിന്റെ അടുത്ത് പോയി തിരിച്ചു വരുമ്പോ നിന്നെ പാമ്പ് കടിച്ചെന്നും പറഞ്ഞ് നീ ജോക്ക് ചെയ്യുമ്പോ ഞാൻ നിന്നെ അടിച്ചില്ലേ? എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് റെഡ് കളർ സാരി ഇട്ടുകൊണ്ട് വന്ന് എന്റെ അടുത്ത് ഐ ലവ് യു പറഞ്ഞില്ലേ? നിനക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ രണ്ടുപേരും പ്രേമിച്ചു അബി. ഇന്നലെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. നിനക്ക് എന്തു പറഞ്ഞു ഓർമ്മ വരുന്ന അറിയാതെ മരിച്ചു എന്താ തോന്നുന്ന? അബി, ഒരു പ്രാവശ്യം എന്റെ കണ്ണിലുള്ള സത്യം ഒന്ന് നോക്ക്. മനസ്സുകൊണ്ട് ഞാൻ എത്ര സ്നേഹിക്കുന്നു നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. 2 വർഷമായിട്ട് എന്നെ സ്നേഹിച്ച പെണ്ണിനെ വേണ്ടാന്ന് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവുന്ന വേദനയെക്കാളും ഒരു ദിവസം സ്നേഹിച്ച നീ എന്നെ വിട്ടേച്ച് പോകുന്ന അതിനെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോ ജീവൻ പോകുന്ന പോലെയുണ്ട്. അബി, എനിക്കെന്തിനാ വേണം? അത്രേ ഉള്ളൂ. ഒരു ദിവസം കൊണ്ട് നീ എന്നെ എങ്ങനെ സ്നേഹിച്ചെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. നിന്നെ എത്ര സ്നേഹിച്ചെന്ന് ചോദിച്ചാൽ എനിക്ക് കാണിക്കാൻ പറ്റും. ബട്ട് എന്റെ ജീവിതത്തിൽ നീ ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ഉണ്ടാവില്ല.
എനിക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. അവിടെ വെച്ച് എന്നെ തല്ലി നീ ഓർമ്മിപ്പിച്ചുകൂടായിരുന്നില്ലേ? എന്നുവെച്ചാ നിനക്കെല്ലാം ഓർമ്മ വന്നോ? ഇല്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീ പുറപ്പെടുമ്പോ നീ എന്നെ നോക്കിയ നോട്ടം, എന്തെന്നറിയാത്തൊരു തോന്നൽ. നിന്റെ കണ്ണുകൾ എന്നോട് എന്തോ പറഞ്ഞു. നീ എന്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോ എനിക്ക് അടുപ്പമുള്ള ഒരാളായിട്ട് തോന്നി. ശ്രുതി തന്ന സ്പൈ ക്യാമ്പ് വെച്ച് ഞാൻ എവിടെയൊക്കെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു എന്ന് ചെക്ക് ചെയ്തോണ്ടിരിക്കും. ചിലതൊക്കെ ഓർമ്മ വരും, ചിലതൊക്കെ മറക്കും. വീട്ടിൽ പോയിട്ട് ഇന്നലെ നടന്നതൊക്കെ സ്പൈ ക്യാമ്പിൽ ഞാൻ കണ്ടു. ഡോക്ടർ ശ്രുതി 199% അഭിരാം 100%. ഒരു വാക്കിൽ ഇത്രയും വ്യത്യാസം. ഒരു വാക്കുകൊണ്ട് ജീവിതം തന്നെ മാറി മറിയും. ഒരു കപ്പ് പാല് 2 സ്പൂൺ കോഫി പൗഡർ, കുറച്ച് ഷുഗർ അത്രേ ഉള്ളൂ. കിച്ചൻ താഴെയുണ്ട്, എനിക്കും കൂടി ചേർത്തുണ്ടാക്കുവോ? എന്റെ ലൈഫിലെ കണ്ട സെക്കൻഡ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ വുമൺ നീയാണ്. ഫസ്റ്റ് വൺ ആരാ? അത് നീയാണ്. ഈ നീ ആരാണ്, എന്താണ്, എവിടുന്നാണ് വന്നത്, നിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഒന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഐ ജസ്റ്റ് ലവ് യു. എഴുന്നേക്ക്. നീ രാവിലെ തൊട്ട് കളിച്ചോണ്ടിരിക്കുക. കുറച്ച് പോലും നിനക്ക് ഫീലിംഗ്സ് ഇല്ലേ? ഞാൻ നിന്നെ സ്നേഹിക്കുന്ന കാര്യം നിനക്കറിയില്ല. എന്നാ ഇപ്പൊ പറയാ, ഐ റിയലി ലവ് യു. നിന്റെ സംസാരം, നിന്റെ ഫ്ലാഷ് ബാക്ക്, ഞാൻ നിന്നോട് കാണിച്ച കുറുമ്പ് എല്ലാം ഞാൻ കണ്ടു. എന്റെ ലൈഫിൽ ഏതൊരു കാര്യം മറന്നാലും ശരി, നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതൊന്നും എനിക്ക് മറക്കണ്ട. അതിനുള്ളിൽ കോളിംഗ് ബെല്ല് ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോ എന്റെ മുമ്പിൽ നീയ. അപ്പൊ തന്നെ നിന്നെ കെട്ടിപ്പിടിച്ച് കരയണം തോന്നി. എന്നാ ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ലാത്ത പോലെ അഭിനയിച്ചാ നീ എന്ത് ചെയ്യുന്ന കാണണമെന്ന് തോന്നി. ഓരോ ദിവസവും എന്റെ അവസ്ഥ ഇത് തന്നെയാ. ബട്ട് നീ അടിച്ചാണെങ്കിൽ എന്നെ ഓർമ്മിപ്പിക്കുമെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അടിക്കില്ല. നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മൾക്ക് ചുംബനം തരുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും അവര് നമ്മളെ എത്രയധികം ഇഷ്ടപ്പെടുന്നു എന്ന്. ഇതുപോലെ ഓർമ്മിപ്പിക്കാം.